ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെ രാഘവനാർ പറഞ്ഞു, ഭാമേ, നമ്മുടെ വീട്ടുപടിക്കൽ ഒരാൾ വന്നു നിൽക്കുമ്പോൾ അവരോട് അകത്തേക്ക് കയറി വരാൻ പറയുന്നത് ഒരു സാമാന്യ മര്യാദയല്ലേ ഭാമേ? അങ്ങനെ പറഞ്ഞ് രാഘവൻ നായർ ശാലിനിയെ അകത്തേക്ക് ക്ഷണിക്കാനായി നിർബന്ധിക്കുമ്പോൾ അത് കേട്ടതും ഒന്നും മിണ്ടാതെ ശ്യാമ അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ തന്നെ രാഘവൻ നായർ സത്യഭാമയോട് പറഞ്ഞു, അല്ലെങ്കിലും അവൾക്ക് ഈ വീട്ടിൽ വരുന്നതിന് ആരും എതിർപ്പ് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, രാഘവേട്ട വേണ്ട. അപ്പോഴേക്കും ഉടനെ തന്നെ രോഹിത്ത് വിളിച്ചു, സത്യാമ്മേ, ഇന്നത്തെ ഒരു ദിവസത്തേക്കെങ്കിലും ഒന്ന് ക്ഷമിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, ഇല്ല ഇല്ല രോഹിത്തെ, അങ്ങനെ ഒരിക്കലും കൂട്ടിയിണക്കാൻ പറ്റിയ ഒരു ബന്ധമല്ല അവളുമായിട്ട് ഇനിയുള്ളത്. ഈ കുടുംബവുമായിട്ട് ആ ബന്ധം എന്നെ വേർപെട്ട് കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഇനി ഇവിടേക്ക് ഇങ്ങനെ ഒരു ബന്ധത്തെ വീണ്ടും ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ആവശ്യമില്ല എന്ന് സത്യഭാമ അറിയിക്കുമ്പോൾ അത് കേട്ടതും ശ്യാമ ചോദിച്ചു, സത്യാമ്മേ, അങ്ങനെ വിഷ്ണുവേട്ടൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണോ എന്റെ കുഞ്ഞേച്ചിയെ ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ സത്യഭാമ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ഭാമേ വേണ്ട, നിന്റെ കൂടപ്പിറപ്പ് സ്നേഹമൊന്നും നീ ഇവിടെ കാണിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഉടനെ ശ്യാമ പറഞ്ഞു, കാണിക്കും സത്യാമ്മേ, ഞാൻ എന്റെ കൂടപ്പിറപ്പിനോടുള്ള സ്നേഹം കാണിക്കുക തന്നെ ചെയ്യും. സത്യാമ്മ പറഞ്ഞതുപോലെ വിഷ്ണുവേട്ടന്റെ ഭാര്യയായിട്ടല്ല ഞാൻ എന്റെ കുഞ്ഞേച്ചി ഇവിടേക്ക് ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. വിഷ്ണുവേട്ടന്റെ ഭാര്യ സ്ഥാനവും എന്റെ കുഞ്ഞേച്ചിക്ക് നൽകണമെന്നില്ല. പക്ഷെ ഞാൻ എന്റെ കുഞ്ഞേച്ചി ഇവിടേക്ക് ക്ഷണിക്കുന്നത് എന്റെ കൂടപ്പിറപ്പെന്നുള്ള സ്ഥാനം വെച്ചിട്ടാണ്. ഈ 6 വർഷക്കാലം എന്റെ വീട്ടുകാരുമായിട്ടോ അമ്മയോ കുഞ്ഞേച്ചി ആരുമായിട്ടോ യാതൊരു ബന്ധവും ഞാൻ പുലർത്തിയിരുന്നില്ല. അതിന് കാരണം സത്യാമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നും എന്റെ രോഹിത്തിനോട് സത്യാമ്മയോടുമൊക്കെയുള്ള സ്നേഹ കൂടുതൽ കൊണ്ടുമായിരുന്നു ഞാൻ അങ്ങനെയെല്ലാം ചെയ്തത്. കുഞ്ഞേച്ചി ഇവിടുത്തെ കളക്ടറായി വന്നിട്ട് പോലും ഞാൻ എന്റെ കുഞ്ഞേച്ചിയെ കാണാനോ കുഞ്ഞേച്ചിയെ വിളിക്കാനോ തയ്യാറാകാതിരുന്നതും അതുകൊണ്ട് മാത്രമാണ്. എന്നാൽ വിഷ്ണുവേട്ടന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വന്നതാണ് എന്റെ കുഞ്ഞേച്ചി എന്ന ബന്ധം വെച്ചല്ല ഞാൻ എന്റെ കുഞ്ഞേച്ചി ഇവിടേക്ക് ക്ഷണിക്കാൻ പറയുന്നത്. അതിനേക്കാളും അപ്പുറം ആർക്കും മായ്ക്കാനോ വേർപെടുത്താനോ കഴിയാത്തൊരു ബന്ധമുണ്ട്, എന്റെ കൂടപ്പിറപ്പ് എന്നുള്ള ബന്ധം. സത്യാമ്മയ്ക്ക് അതറിയാവുന്നതല്ലേ, എന്റെ കുഞ്ഞേച്ചിയും ഞാനും തമ്മിലുള്ള രക്തബന്ധം. അത് സത്യാമ്മയ്ക്കോ വിഷ്ണുവേട്ടനോ രോഹിത്തിനോ ആർക്കും ദൈവത്തിന് പോലും മായ്ച്ചു കളയാൻ പറ്റാത്തതാണ് രക്തബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധത്തെ ആർക്കും വേർപിരിക്കാനും ആവില്ല. സത്യാമ്മ ആഗ്രഹിച്ചാൽ പോലും വിഷ്ണുവേട്ടനും പ്രീതിയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും വേർപെടുത്താൻ സത്യാമ്മയ്ക്ക് പോലും കഴിയില്ല. അതിനേക്കാളും കാഠിന്യമേറിയതും അതിനേക്കാളും കൂടുതൽ ദൃഢവുമായിട്ടുള്ള ബന്ധമാണ് ഞാനും എന്റെ കുഞ്ഞേച്ചിയുമായിട്ടുള്ളത്. ശാരദാമ്മയുടെ കുടുംബശ്രീ ശാരദാമ്മയുടെ പെൺമക്കൾക്കിടയിലുള്ള ബന്ധം അത്രത്തോളം ആഴത്തിലുള്ളതാണ്, അതിനേക്കാളും കട്ടിയേറിയ ബന്ധമാണ്. അതുകൊണ്ട് തന്നെ സത്യാമ്മയ്ക്ക് അറിയാമല്ലോ, പട്ടിണി കിടക്കുമ്പോഴും ഈ ജീവിതം എങ്ങനെയും കരുപിടിപ്പിക്കാനായി ഞങ്ങൾ 3 പെൺമക്കളെയും ചേർത്ത് പിടിച്ച് അമ്മയുണ്ടാക്കിയെടുത്ത ആ ഒരു ബന്ധം അത് അങ്ങനെ ആർക്കും തകർത്ത് കളയാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടപ്പിറപ്പാണ് ഈ വീട്ടുപടിക്കൽ വന്ന് വെറുതെ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കൂടപ്പിറപ്പിനെ ഇവിടേക്ക് വിളിച്ചു വരുത്താൻ പോവാ ഞാൻ. ശാലിനിയെ ഈ വീട്ടിലേക്ക് ഞാൻ വിളിക്കും, എൻ്റെ കുഞ്ഞേച്ചിയെ. അതിന് എന്ത് എതിർപ്പ് സത്യാമ്മ കാണിച്ചാലും, ഇനി അഥവാ സത്യാമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ പോലും ഞാൻ അത് ചെയ്യും. എൻ്റെ കുഞ്ഞേച്ചി ഒരു വെറുതെക്കാരിയെ പോലെ ഈ വീട്ടുപടിക്കൽ വന്ന് നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ കൂടപ്പിറപ്പിനോടുള്ള സ്നേഹം അത് ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ശ്യാമ പറയുമ്പോൾ അത് കേട്ട് നിന്ന് സത്യാമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് രാഘവനാർ പറഞ്ഞു, നീ വിളിക്കുമോളെ. ഇനി ഭാമ അതിനോട് എതിർപ്പ് പറയുകയാണെങ്കിൽ അതിനുള്ള കാരണം ഭാമ വ്യക്തമാക്കട്ടെ. അല്ലാത്ത പക്ഷം ഭാമയ്ക്ക് യാതൊരു മറുപടിയും ഉണ്ടാവുന്നതല്ല. നീ ധൈര്യമായി ചെന്ന് വിളിക്കുമോളെ എന്ന് പറഞ്ഞ് ശ്യാമയോട് ശാലിനിയെ വിളിക്കാനായി രാഘവൻ നായർ പറഞ്ഞയക്കുന്നു. ശ്യാമ ആ വാക്കുകൾ വിശ്വസിച്ച് വേഗം ശാലിനിയെ വിളിക്കാനായി പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അപ്പോഴാണ് മുകളിലത്തെ മട്ടുപ്പാവിലേക്ക് കാർത്തിക തനിച്ചുവന്ന് അവിടെ നിന്ന് നോക്കിയത്. ഉടൻ തന്നെ അവിടേക്ക് കാർത്തികയുടെ പിന്നാലെ മധുശ്രീയും എത്തി. മധുശ്രീ അരികിലേക്ക് എത്തി, കാർത്തികയെ ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞ് മധുശ്രീ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി താഴെ നിൽക്കുന്ന കാഴ്ച മധുശ്രീ കണ്ടു. അല്ല, ഇവളെന്താ ഇവിടെ എന്നിങ്ങനെ ആലോചിച്ച് മധുശ്രീ അങ്ങനെ നിൽക്കുമ്പോൾ കാർത്തിക ശാലിനി അവിടെ നിൽക്കുന്നത് ആ നിമിഷം കാണുന്നു. എന്തായിരിക്കും ശാലിനി ഇവിടേക്ക് വന്നത്, എന്താ അതിന് കാരണം എന്നെല്ലാം ആലോചിച്ച് കാർത്തികയും ആശങ്കപ്പെട്ടു. അപ്പോഴാണ് ശ്യാമ വേഗം വാതുക്കലേക്ക് എത്തിയത്. ശാലിനി തനിച്ചവിടെ നിൽക്കുന്നത് കണ്ട് ശ്യാമ അരികിലേക്ക് എത്തി കുഞ്ഞേച്ചി എന്ന് വിളിച്ചു. ശാലിനി ശ്യാമയെ കണ്ടതും എന്താ മോളെ എന്ന് ചോദിച്ച് ശാലിനി വിശേഷങ്ങൾ ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി അകത്തേക്ക് കയറി വാ, കുഞ്ഞേച്ചിയെ വിളിക്കാനാ ഞാൻ വന്നത്, കുഞ്ഞേച്ചി വാ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞതും ശാലിനി ഉടനെ ശ്യാമയോട് പറഞ്ഞു, വേണ്ട മോളെ, മോൾ അകത്തേക്ക് പൊയ്ക്കോ,
അവിടെ ബർത്ത്ഡേ ആഘോഷം നടക്കുകയല്ലേ, ഞാൻ വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോ ശാലിനിയോട് ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി സത്യാമ്മ ഒന്നും പറയില്ല, കുഞ്ഞേച്ചി വന്നേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ അല്ലേ ഇവിടെ നടക്കുന്നത്, ആ ആഘോഷത്തിൽ കുഞ്ഞേച്ചിയും ഉണ്ടാകണം, വാ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം ശാലിനിയെ ശ്യാമ ക്ഷണിച്ചു. ശാലിനി വരില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശ്യാമ വീണ്ടും നിർബന്ധിച്ചു, കുഞ്ഞേച്ചി വാ, കുഞ്ഞേച്ചിയുടെ കുഞ്ഞിന്റെയും കൂടിയല്ലേ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്, കുഞ്ഞേച്ചി വന്നേ പറ്റൂ, അവിടെ എല്ലാവരും കുഞ്ഞേച്ചി കാത്തു നിൽക്കുക, വാ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ശ്യാമ നിർബന്ധപൂർവ്വം ശാലിനിയെ ക്ഷണിക്കുന്നു. ശാലിനി അപ്പോഴും ശ്യാമയോട് പറഞ്ഞു, ശ്യാമ ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് ശ്യാമയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശാലിനി ശ്രമിക്കുമ്പോൾ ശ്യാമ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ശാലിനിയെ പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് പോയി. ഈ സമയത്ത് കാർത്തികയും മധുശ്രീയും പരസ്പരം ടെൻഷനോടെ നോക്കുമ്പോൾ മധുശ്രീ പറഞ്ഞു, ഇനിയിപ്പോ ആരെങ്കിലും നീ കൊല്ലാൻ തയ്യാറാകണ്ട, ദാ അവളെ, ആ ശാലിനിയെ, അവളെ തന്നെ അങ്ങ് തീർത്താ മതി, അവളുടെ ജീവനാണ് ഇല്ലാതാക്കേണ്ടത്, ദാ ഇത് അവൾക്ക് നീ അങ്ങ് കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പോ കാർത്തിക പറഞ്ഞു, എന്നെ കൊണ്ട് അത് ചെയ്യിക്കാൻ നോക്കണ്ട മധുശ്രീ, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മധുശ്രീയോട് കാർത്തിക ദേഷ്യത്തോട് സംസാരിച്ചു. മധുശ്രീ തന്റെ പദ്ധതി പാളിപ്പോയല്ലോ എന്ന നിരാശയിൽ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശാലിനി വിളിക്കാനായി പോയിട്ട് ശാലിനിയെ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷയോടെ വിഷ്ണുവും രാഘവൻ നായരും എല്ലാം വാതിക്കലേക്ക് നോക്കി. സത്യഭാമ തനിക്ക് അതിനോട് എതിർപ്പൊന്നും കാട്ടാൻ കഴിയാത്തതിൽ ശാലിനിയെ ഈ വീട്ടിലേക്ക് ക്ഷണിക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം വന്ന സ്ഥിതിക്ക് ഇനിയൊന്നും മിണ്ടാൻ കഴിയില്ലല്ലോ എന്ന നിരാശയിലും സത്യഭാമ അങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമ ശാലിനിയും കൂട്ടി വാതുക്കലേക്ക് എത്തി. ശാലിനി ആ സിറ്റൗട്ടിൽ നിൽക്കുന്നത് കണ്ട് രാഘവൻ നായർ വിളിച്ചു, വാ മോളെ, അകത്തേക്ക് കയറി വാ. അപ്പോഴും ശാലിനി ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുന്ന നേരത്ത് ഉടൻ തന്നെ ശാലിനിയെ വിളിച്ചു, വാ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ശാലിനി അകത്തേക്ക് ക്ഷണിച്ചു. ശാലിനി അകത്തേക്ക് കയറാൻ മടി കാണിച്ചൊക്കെ നിൽക്കുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു, വാടി, നീ എന്താ അങ്ങനെ മടിച്ചു നിൽക്കുന്നത്, അകത്തേക്ക് കയറി വാടി എന്ന് പറഞ്ഞ് ശാലിനിയെ രാഘവൻ നായർ അകത്തേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ശ്യാമയുടെയും കൂടെ ശാലിനി അകത്തേക്ക് കയറിയെത്തി. എല്ലാവരും ശാലിനിയെ കണ്ടങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു ശാലിനിയെ കണ്ടതിന്റെ സന്തോഷത്തിൽ അങ്ങനെ നോക്കി. അപ്പോഴേക്കും സത്യഭാമ വളരെ ഗൗരവത്തോടെ ശാലിനിയെ നോക്കുമ്പോൾ രാഘവൻ നായർ ശാലിനിയെ കണ്ട സന്തോഷത്തിൽ അങ്ങനെ നിന്നു. ശാലിനി ഒന്നും മിണ്ടാതെ വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണു ആകെ ദയനീയമായി ശാലിനിയുടെ മുഖത്തേക്ക് നോക്കി. വിഷ്ണു ക്ഷണിച്ചിട്ട് വരാത്തതിൽ ശാലിനിയോട് തനിക്ക് ദേഷ്യമുള്ളെന്ന രീതിയിൽ വിഷ്ണു ആകെ വിഷമത്തോടെ അങ്ങനെ നോക്കുമ്പോൾ ശാലിനി ഒന്നും മിണ്ടാതെ അവിടെ വന്ന് നിൽക്കുന്ന നേരത്ത് രാഘവൻ നായർ വിളിച്ചു, മോളെ, എന്തായാലും നീ വന്നല്ലോ എന്ന് പറഞ്ഞ് ഒത്തിരി സന്തോഷമായി മോളെ എന്ന് വിളിച്ചപ്പോൾ രാഘവൻ നായരുടെ ആ സന്തോഷ പ്രകടനം കേട്ട് സത്യഭാമ ഒരു മോള് എന്ന് മുഖം ചുളിച്ച് സംസാരിച്ചങ്ങ് നിന്നു. അപ്പോഴാണ് കാർത്തികയുടെ പിന്നാലെ മധുശ്രീ എത്തിയത്. മധുശ്രീ വീണ്ടും കാർത്തികയോട് പറഞ്ഞു, കാർത്തികയെ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ എന്ന് ചോദിച്ചപ്പോൾ കാർത്തിക പറഞ്ഞു, ഇല്ല മധുശ്രീ, നീ പറഞ്ഞ കാര്യം എന്തായാലും എനിക്ക് ചെയ്യാൻ കഴിയില്ല, ഞാൻ പറഞ്ഞല്ലോ, എന്നെ കൊണ്ട് സാധിക്കില്ല, നീ എത്ര എന്നെ നിർബന്ധിച്ചാലും ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് വീണ്ടും ആ മട്ടുപ്പാവിലേക്ക് വന്ന് നിൽക്കുകയാണ് കാർത്തിക. അപ്പോഴേക്കും ശാലിനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ നിൽക്കുമ്പോൾ അരികിൽ നിന്ന് പ്രീതിയെ പൊന്നിയെ ശാലിനി വിളിക്കുന്നു. പൊന്നിയും, അല്ല കുട്ടികളെവിടെ, അവരെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പൊന്നി പറഞ്ഞു, അവര് ശാലിനി കുഞ്ഞ് കൊടുത്ത ഡ്രസ്സ് മാറാനായി പോയിരിക്കുകയാണ്. അപ്പോഴേക്കും ശാലിനി ചോദിച്ചു, എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ കുട്ടികളുടെ അടുത്തേക്ക് എന്ന് ചോദിച്ചപ്പോൾ വാ കുഞ്ഞെ എന്ന് പറഞ്ഞ് ശാലിനിയും വിളിച്ചുകൊണ്ട് പൊന്നി മുകളിലേക്ക് പോകുന്നു. ശാലിനി മുകളിലേക്ക് കയറി പോകുന്നത് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മട്ടുപ്പാവിൽ നിന്ന് കാർത്തികയും മധുശ്രീയും ആകെ ടെൻഷനോടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് മുറ്റത്തേക്ക്, സത്യാമ്മയുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു പോലീസ് ജീപ്പ് നിന്നത്. അത് കണ്ടതോടെ മധുശ്രീ ആലോചിച്ചു, ഇനി അത് തന്നെ, ആ തുറുപ്പ് ചീട്ട്, അതുമാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന് കാർത്തികയെ നോക്കി മധുശ്രീ ആലോചിച്ചു. കാർത്തിക അങ്ങനെ ഭയന്ന് നിൽക്കുമ്പോഴാണ് ജീപ്പിൽ നിന്ന് ജയശങ്കറും പോലീസുകാരും പുറത്തിറങ്ങിയത്. ജയശങ്കറിനെ കണ്ടതോടെ കാർത്തിക ആകെ ഞെട്ടി. അപ്പോഴേക്കും മധുശ്രീ കാർത്തികയോട് ചോദിച്ചു, ഇതാ ആ വരുന്നതല്ലേ നിന്നെ കെട്ടാനായിട്ടിരുന്നവൻ അല്ലേ, അവൻ തന്നെയല്ലേ അത് എന്ന് ചോദിച്ചപ്പോൾ ജയശങ്കറിനെ കണ്ടതും ഭയത്തോടെ കാർത്തിക പറഞ്ഞു, ജയശങ്കർ, ആ പേര് കേട്ടതും മധുശ്രീ പറഞ്ഞു, അതെ ജയശങ്കർ, അവൻ തന്നെയാണ് ആ പുള്ളി എന്ന് പറഞ്ഞ് മധുശ്രീ കാർത്തികയോട്, ജയശങ്കർ, നീ ഇവിടെ വന്നത് നിന്നെ കണ്ടെത്തി കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ്, എന്താ നിന്നെ ഞാൻ അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കട്ടെ, നീ ഇവിടെ ഉണ്ടെന്നുള്ള സത്യം ഞാൻ അവനെ അറിയിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ കാർത്തിക പറഞ്ഞു, ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവനോട് വന്നിരിക്കുന്നത്. മധുശ്രീ, നീയാണോ എന്നോട് ഈ ചതി കാട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ മധുശ്രീ പറഞ്ഞു, ഇല്ല കാർത്തികേ, നീ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചതുപോലെ ഞാൻ എന്തായാലും അത് കാണിച്ചിട്ടില്ല. എന്തായാലും അവൻ വന്നിരിക്കുന്ന വെറുതെയല്ല, നീ ഇവിടെ ഉണ്ട് എന്നുള്ള സത്യാവസ്ഥ ബോധ്യപ്പെട്ട് തന്നെയാണ് അവൻ ഇവിടേക്ക് വന്നത്. എന്തായാലും നിന്നെ അവൻ പിടിച്ചോണ്ട് പോട്ടെ, നീ വലിയ പുള്ളിയാണെന്നല്ലേ നീ പറഞ്ഞത്,
നിനക്ക് പറ്റുമെങ്കിൽ നീ സ്വയം രക്ഷപ്പെട് എന്നൊക്കെ മധുശ്രീ പറയുന്നത് കേട്ട് കാർത്തിക പറഞ്ഞു, മധുശ്രീ നീ എന്നെ ഒന്ന് രക്ഷിക്കേ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക്. നീ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യാം. നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. നീ തൽക്കാലം എന്നെ ഒന്ന് രക്ഷിക്കും മധുശ്രീ എന്ന് പറഞ്ഞ് കാർത്തിക അപേക്ഷിക്കും വണ്ണം മധുശ്രീയോട് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് അവിടെ ജയശങ്കറിന്റെ കൂടെ എത്തിയ പോലീസ് ഓഫീസർ പറഞ്ഞു, അതെ ഇവിടെ എന്തോ ഫംഗ്ഷൻ നടക്കുകയാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് എന്ന് പറഞ്ഞതും അവിടെ നിന്ന് ആ പോലീസുകാർക്ക് ആകെ സംശയമായി. എന്തായിരിക്കും ഇവിടെ നടക്കുന്ന ഫംഗ്ഷൻ എന്നോർത്തങ്ങനെ സംശയിച്ചെന്നപ്പോ ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു, സാറേ ഇവിടെ സത്യാമ്മയുടെ പേരക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷമാണ്. അപ്പോഴാണ് എസ് ഐ പറഞ്ഞത്, ഓ ഇവര് ഈ സത്യഭാമ എന്ന് പറഞ്ഞാൽ അവര് ചെറിയൊരു മാടമ്പിയാണ് എന്നറിയിച്ചു. അതെല്ലാം കേട്ട് ജയശങ്കർ പറഞ്ഞു, അതെ ഇന്നത്തെ ദിവസം നമ്മളിവിടെ വരുന്നതിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ സാറേ എന്ന് ചോദിച്ചിട്ടും എസ് ഐ പറഞ്ഞു, അല്ല ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നതിനിടയിൽ നമ്മൾ പോലീസുകാർ വന്ന് കയറുന്നത് അത് അവർക്ക് എന്തെങ്കിലും പ്രശ്നമാകുമോ, അത് ശരിയായ കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ ജയശങ്കർ പറഞ്ഞു, നമ്മൾ അറസ്റ്റ് ചെയ്യാനൊന്നും വന്നതല്ലല്ലോ സാർ എന്ന് പറഞ്ഞ് നമുക്ക് പോയി ഒന്ന് അന്വേഷിക്കാമെന്ന് വിളിച്ചുകൊണ്ട് ജയശങ്കർ അവരെയും വിളിച്ച് നേരെ അകത്തേക്ക് കയറി. അപ്പോഴേക്കും കാർത്തിക് ആകെ ടെൻഷനോടെ മധുശ്രീയോട് പറഞ്ഞു, മധുശ്രീ എങ്ങനെയെങ്കിലും നീ എന്നെ രക്ഷിക്കേ, ആ ജയശങ്കർ ഇവിടെ വന്ന് എന്നെ കണ്ടെത്തിയാൽ അതോടെ തീരും എന്റെ സ്വപ്നങ്ങളെല്ലാം, അതുകൊണ്ട് ദയവേത് നീ എന്നെ ഒന്ന് രക്ഷിക്ക് എന്ന് പറഞ്ഞ് കാർത്തിക വീണ്ടും തന്നെ രക്ഷപ്പെടുത്താനായി മധുശ്രീയോട് ആവശ്യപ്പെട്ടു. എല്ലാം കേട്ട മധുശ്രീ പറഞ്ഞു, ശരി ഞാൻ ആവശ്യപ്പെടുന്ന എന്ത് നീ ചെയ്യുമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ ഞാൻ ചെയ്യാം എന്ന് കാർത്തിക മറുപടി നൽകി. എന്നാൽ ഞാൻ ചെയ്തോളാം, ഞാൻ നിന്നെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് മധുശ്രീ വേഗം താഴേക്ക് പോയി. അപ്പോഴാണ് ഹാളിലേക്ക് സത്യാമ്മയുടെ വീട്ടിലെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആഘോഷിക്കുന്നിടത്തേക്ക് നസയും സംഘവും എത്തിയത്. ജയശങ്കറും അവിടേക്കൊപ്പം എത്തിയപ്പോൾ എന്താടോ ഈ വീട്ടിൽ ഈ സമയത്ത് നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ പോലീസ് ഓഫീസർ പറഞ്ഞു, അയ്യോ മാഡം ഞങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടോ എന്ന് അറിയാൻ വന്നതാണ് എന്ന് പറഞ്ഞതും പെൺകുട്ടിയോ എന്ന് എല്ലാവരും സംശയത്തോടെ നോക്കി. അപ്പോഴേക്കും ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയിട്ട് കുറെ നാളുകളായി, ആ പെൺകുട്ടി ഇവിടെ ഉണ്ടോ എന്ന് അറിയണം, ഇയാളുടെ കയ്യിൽ ആ ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞതും ഉടനെ തന്നെ ജയശങ്കർ തന്റെ മൊബൈലിലുള്ള ആ ഫോട്ടോ എടുത്ത് അത് സത്യാമ്മ കാണിക്കാനായി പോലീസുകാരന്റെ കയ്യിലേക്ക് കൊടുത്തു. അയാൾ അത് വാങ്ങിച്ച് നേരെ സത്യാമ്മയുടെ കയ്യിൽ കൊടുത്തു. സത്യാമ്മയുടെ കയ്യിൽ നിന്ന് വിഷ്ണുവും, പിന്നീട് വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് കമലിനും, അതിനുശേഷം രോഹിത്തും, പിന്നീട് അവിടെ ഇരുന്ന രാഘവൻ നായരും പിള്ളയും ഒക്കെ നോക്കി. എല്ലാവരും മാറി മാറി ആ മൊബൈൽ ഫോണിൽ നോക്കുമ്പോൾ ഇത് കണ്ട് മുകളിൽ ആകെ വിഷമിച്ച് നിൽക്കുന്ന കാർത്തിക ഭയന്നു. ദൈവമേ എല്ലാവരും എന്നെ തിരിച്ചറിയുമോ, ഇനി ഞാനിവിടെ നിൽക്കണ്ട, ഇങ്ങോട്ടേലും ഓടിപ്പോയാൽ മതി എന്നൊക്കെ രാധിക ഭയന്ന് വരച്ചങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് വീണ്ടും ആ മൊബൈൽ ഫോൺ നേരെ സത്യാമ്മ വാങ്ങിച്ചിട്ട് അത് എസ് ഐയുടെ നേരെ നീട്ടിയിട്ട് ചോദിച്ചു, എന്താടോ ഇതെന്താ ഈ കാണുന്നത് എന്ന് ചോദിച്ചത് ആ ഓഫായി പോയ മൊബൈൽ ഫോൺ പോലീസുകാരനെ ഏൽപ്പിച്ചു. അപ്പോഴേക്കും ഡിസ്പ്ലേ ഓഫായി പോയെന്നുള്ള വിവരം അപ്പോഴാണ് ആ പോലീസുകാരൻ അറിഞ്ഞത്. ഉടനെ തന്നെ ആ മൊബൈൽ ഫോൺ വീണ്ടും ആ മൊബൈൽ ഫോണിന്റെ ലോക്ക് അഴിക്കുന്നതിന് വേണ്ടി അത് ഉടനെ തന്നെ ജയശങ്കറിന്റെ കയ്യിലേക്ക് കൊടുത്തു. ജയശങ്കർ അത് ഓപ്പൺ ചെയ്തതും കാർത്തികയുടെ ഫോട്ടോ തന്നെ ആദ്യം കണ്ടു. അത് അതേപടി നേരെ സത്യാമ്മയെ കാണിക്കാനായി സത്യാമ്മയുടെ കൈകളിലേക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്ന നിമിഷം പെട്ടെന്ന് അവിടേക്ക് എത്തിയ മധുശ്രീ ആ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി. ഈ കാണിച്ചു സാറേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ ഫോട്ടോ നോക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, മധുശ്രീ ആ ഫോണിങ് ഇതാ. അപ്പോഴേക്കും ഉടനെ തന്നെ മധുശ്രീ പറഞ്ഞു, ഏയ് ഞാനൊരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ. അതിനുശേഷം ആ ഫോട്ടോ കണ്ടിട്ട് മധുശ്രീ പറഞ്ഞു, ആ ഈ പെൺകുട്ടിയെ എനിക്കറിയാമല്ലോ. അപ്പോഴേക്കും എല്ലാവരും ആകെ പ്രതീക്ഷയിലായി. ഉടനെ തന്നെ അത് കേട്ട് നിന്ന കാർത്തിക ടെൻഷൻ അടിച്ചു. അപ്പോൾ നീ എൻ്റെ ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനം നീ കൈ ഒഴിഞ്ഞല്ലേ മധുശ്രീ എന്നിങ്ങനെ മനസ്സിൽ കാർത്തിക ചിന്തിക്കുമ്പോൾ മധുശ്രീ പറഞ്ഞു, അതെ അല്പം മുമ്പ് ഞാൻ അയാളോട് സംസാരിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും കോൺസ്റ്റബിളിനും ജയശങ്കറിനും ആശ്വാസമായി. എവിടെയാ അവളുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ അവൾ എവിടെയാണെന്നുള്ള കാര്യം പറയാൻ മധുശ്രീ വല്ലാതെ പ്രയാസപ്പെട്ടു. മധുശ്രീ പറഞ്ഞു, അത് പിന്നെ അവളെ ഞാൻ എൻ്റെ കാറിന് മുന്നിലേക്ക് ഇവിടേക്ക് വരുന്ന വഴി അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അവിടെ വെച്ച് ആ പെൺകുട്ടിക്ക് മറ്റെവിടേക്കോ പോകാനാണെന്ന് എനിക്ക് തോന്നി. തനിച്ച് നിൽക്കുന്നത് കണ്ട് ഞാൻ കാറിൽ കയറ്റി. പിന്നീട് ആ പെൺകുട്ടി ഇതിനു മുൻപ് ഇറങ്ങുകയും ചെയ്തു. പക്ഷേ ആ പെൺകുട്ടിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ചാരമൂട് എന്ന ഭാഗത്തേക്കാണ് അയാൾ പോകുന്നതെന്നാണ്. അത് കേട്ടത് ഉടനെ തന്നെ എസ് ഐ പറഞ്ഞു, സത്യമാണല്ലോ, ഇനിയിപ്പോ അതിൻ്റെതായ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നുള്ള കാര്യം തീർച്ചയല്ലേ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് ഉടനെ തന്നെ മധുശ്രീ പറഞ്ഞു, അതെ എന്തായാലും പോലീസുകാരന് കൂടുതൽ അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട, എത്രയും പെട്ടെന്ന് ഇതിന്റെ ഒരു തുമ്പ് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ എല്ലാവരും ആകെ കലിയോടെ മധുശ്രീയെ നോക്കി. സത്യാമ്മയും മറ്റുള്ള എല്ലാവരും
ആകെ വിഷമിച്ചങ്ങ് നിൽക്കുമ്പോൾ നസീർ സാറ് അവിടെ നിന്ന് മാധുരിയുടെ അടുത്തേക്ക് എത്തിയിട്ട് ചോദിച്ചു, മധുശ്രീയുടെ അടുത്തേക്ക് എത്തിയിട്ട് ചോദിച്ചു, അല്ല മേഡത്തിന് എന്നെ ഓർമ്മയുണ്ടോ? ഉടനെ തന്നെ ഓർമ്മയില്ലാതിരിക്കോ എന്ന് മധുശ്രീ ചോദിക്കുന്നു. അപ്പോഴാണ് തന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ താൻ ഇയാളെ കണ്ടിരുന്ന എന്നുള്ള കാര്യം വീണ്ടും സംശയത്തിൽ നിൽക്കുന്നുണ്ട്. ജയശങ്കർ ചോദിച്ചു, നിങ്ങളെ ഞാൻ മുമ്പൊരു വട്ടം കണ്ടല്ലേ, നിങ്ങളുടെ കാറിലെ എന്റെ വന്ന് തട്ടിയതും അന്ന് മൊബൈൽ ഫോൺ താഴെ വീണതും എന്നൊക്കെ. സംശയത്തോടെ ദീപക് അന്ന് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. അതെല്ലാം കേട്ടു നിന്നതും അവസാനം തനിക്ക് ഫോൺ നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിച്ച് വീണ്ടും തൻ്റെ പിറകെ വന്ന് തൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണിന്റെ നമ്പർ വാങ്ങിച്ചെടുത്തതുമായിട്ടുള്ള പ്രവൃത്തികളെക്കുറിച്ച് സംശയത്തോടെ ജയശങ്കർ ചോദിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് മുകളിൽ നിന്ന് കാർത്തിക തൽക്കാലം താൻ രക്ഷപ്പെട്ടെന്ന് ആശ്വസിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് ഇനി എന്താണ് പോംവഴി എന്ന് വീണ്ടും ആലോചിച്ച് മധുശ്രീ നിന്നു. ആ നിമിഷം മധുശ്രീ അങ്ങനെ ആലോചനയിൽ മുഴുകുമ്പോൾ മറ്റുള്ള എല്ലാവരെയും ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോലീസിന്റെ അതിക്രമം നടന്നത്. തൽക്കാലം മേഡം മറ്റൊന്നും ചിന്തിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകാൻ അവർ തയ്യാറാകുന്നു. അവർ പോയി കഴിയുമ്പോഴേക്കും മധുശ്രീ ആകെ ടെൻഷനിലായി. അല്ല ഇതെന്താ ഇപ്പൊ ഇങ്ങനെ എന്നൊക്കെ മധുശ്രീ അന്വേഷിച്ചതും ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, മധുശ്രീ ഓർത്ത് കാണും ഞാനൊരു വലിയ പ്രശ്നക്കാരനാണ് എന്ന്. എന്നാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ നടത്താറില്ല. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചിന്തിച്ചുകൊണ്ട് മധുശ്രീ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് മധുശ്രീയുടെ കഴുത്തിൽ കിടക്കുന്ന ചെയിൻ ഉടനെ തന്നെ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ മധുശ്രീ ഇനി ഇപ്പോഴും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മൊബൈൽ ഫോൺ തിരിച്ചു നൽകാൻ കൂട്ടാക്കാതെ അങ്ങനെ മധുശ്രീ ഭയത്തോടെ നിൽക്കുമ്പോൾ സത്യാമ്മയും വിഷ്ണുവുമൊക്കെ ആകെ ദേഷ്യത്തോടെ മധുശ്രീ നോക്കി. ഈ സമയത്ത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് മധുശ്രീ ആകെ അങ്കലാപ്പ് കാട്ടുന്നത് കണ്ട് ഈ കുട്ടിക്ക് ഇത് എന്താ സംഭവിച്ചത് എന്നൊക്കെ മധുശ്രീയുടെ ഈ പ്രവൃത്തികളെല്ലാം കണ്ട് ആകെ സംശയത്തോടെ ചോദിക്കുകയാണ് സത്യാമ്മ. അപ്പോഴാണ് സത്യഭാമ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുമെന്ന് ഉറപ്പായതുകൊണ്ട് സത്യാമ്മയെ അറിയിക്കാതെ കാര്യങ്ങളൊക്കെ നടത്തണമെന്നതായിരുന്നു ആ നിമിഷത്തെ ചിന്ത. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഉടനെ തന്നെ പരിഹരിക്കപ്പെടുമെന്നുള്ള രീതിയിൽ അങ്ങനെ കാർത്തികയും ഒപ്പം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മധുശ്രീയും ഇനിയും തന്നെ രക്ഷിക്കാൻ കൂട്ടാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കാർത്തികൻ നോക്കുമ്പോൾ അവൾ എന്തായാലും പോലീസുകാർ വന്നപ്പോൾ അവൾ എന്നെ ഒറ്റിക്കൊടുത്തില്ലല്ലോ, അത്രയും ആശ്വാസം എന്നൊക്കെ ആലോചിച്ചു. അങ്ങനെ നിന്നപ്പോഴാണ് ഉടനെ തന്നെ കാർത്തികയുടെ കുറിച്ചുള്ള വിവരങ്ങൾ തനിക്കറിയാമെന്ന് പറഞ്ഞ് അങ്ങനെ വേഗം തന്നെ പണി തീർക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഉടനെ ഇതിന് ഒരു പോംവഴി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മധുശ്രീയോട് ആ അർച്ചന കാര്യങ്ങൾ അന്വേഷിച്ചത്. നെല്ലിശ്ശേരിയിൽ നിന്ന് കാണാതായിരിക്കുന്നത് ചിലർ ആളുകളെയല്ല, അവിടെ നിന്ന് ഇപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും അതുപോലെ ഇനിയും ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ ചെന്ന് ഇടപെടാതിരിക്കാനും എന്താണ്ട് പോകുമ്പോഴേ സത്യാമ്മ ആ കാർത്തികയുടെ ഫോട്ടോ കണ്ടാൽ അതോടെ അവളുടെ ഈ വീട്ടിൽ ജീവിതം അവസാനിക്കും. പിന്നെ ഞാൻ അവളുടെ ഒപ്പമാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ച് എനിക്കും പിന്നെ ഈ വീട്ടിൽ കയറേണ്ടി വരില്ല എന്നൊക്കെ മധുശ്രീ ആലോചിച്ചു. അതെല്ലാം ഓർത്തുകൊണ്ട് മധുശ്രീ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് മധുശ്രീ പറഞ്ഞതിന് പ്രകാരം ആ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിച്ചു തരുമെന്ന് മധുശ്രീ പറഞ്ഞതുകൊണ്ട് കാർത്തിക പോലീസിന്റെ കൂടെ ജയശങ്കർ അവിടെ നിന്ന് പോകുന്നത് മുകളിൽ നിന്ന് കാണുന്നു. അപ്പോഴേക്കും മധുശ്രീ അരികിലേക്ക് എത്തി. വളരെ പ്രതീക്ഷയോടെയും തന്നെ സഹായിക്കാൻ തയ്യാറായ മധുശ്രീയുടെ ആ ഒരു നീക്കത്തെ വളരെ സന്തോഷത്തോടെ കാർത്തിക നോക്കിക്കാണുമ്പോൾ മധുശ്രീ വേഗം തന്നെ കാർത്തികയുടെ അരികിലേക്ക് എത്തി തൻ്റെ കയ്യിലുള്ള ആ മെഡിസിൻ കാർത്തികയെ കാണിക്കുന്നു.